നമസ്തേ, ഞാൻ മായ ജയമോഹൻ. ഈ വീഡിയോയിൽ സരസ്വതി യോഗം ഈ മാസത്തിൽ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് 12 രാശിക്കാരായ നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിന് മുന്നിലായിട്ട് എൻ്റെ ഈ ഡ്രസ്സ് സ്റ്റിച്ച് ആൻഡ് സ്റ്റൈൽ ബൊട്ടീക്ക് കോട്ടയം അവരുടെ കളക്ഷനിലുള്ളതാണ്. നല്ലൊരു ഓൺലൈൻ മാർക്കറ്റിംഗ് ബിസിനസ്സാണ് അവർ. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, നല്ല സർവീസാണ്. ആർക്കെങ്കിലും ആവശ്യമുള്ളവർ വാങ്ങിക്കൊള്ളും. അപ്പോൾ എന്താണ് സരസ്വതി യോഗം എന്ന് പറയാം. ഇടവം രാശിക്കകത്ത് ഇപ്പോൾ സൂര്യനും ബുധനും വ്യാഴവും ശുക്രനും ഇരിക്കുകയാണ്. ഇതിൽ ബുധനും വ്യാഴവും ശുക്രനും കൂടി ഒരു രാശിയിൽ വരുമ്പോഴാണ് സരസ്വതി യോഗം ഉണ്ടാകുന്നത്. അപ്പോൾ സരസ്വതി യോഗം, ആ വാക്കിൽ തന്നെ സരസ്വതി എന്നാൽ വിദ്യയുടെ ദേവതയാണ് അമ്മ. സരസ്വതി ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചും എല്ലാം സരസ്വതി ദേവിയുടെ ഒരു കടാക്ഷം ആവശ്യമാണ്. ഞാൻ ഈ സംസാരിക്കുന്ന എല്ലാം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇതെല്ലാം ഈ സരസ്വതി ദേവിയുടെ കടാക്ഷമാണ്. ആ ഒരു യോഗം ഈ ജൂൺ മാസത്തിൽ ഉണ്ടായിരിക്കുകയാണ്. ശുക്രനും വ്യാഴവും ബുധനും കൂടി ഒരു രാശിയിൽ വരുമ്പോഴാണ് ആ വ്യക്തിക്ക് സരസ്വതി യോഗം ഉണ്ടാകുന്നത്. അത് പ്രത്യേകിച്ച് 3, 5, 9 ഭാവങ്ങളിൽ, ലഗ്നാൽ 3, 5, 9 ഭാവങ്ങളിൽ ഒരു രാശിയിൽ ഇരിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് സരസ്വതി യോഗം ഉണ്ടാകും. സരസ്വതി യോഗമുള്ള ആൾക്കാർ ഈ 3 ലോകങ്ങളിലും അവരുടെ വിദ്യാഭ്യാസം കൊണ്ടും അറിവ് കൊണ്ടും പ്രശസ്തരാവും എന്നൊക്കെയാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സരസ്വതി യോഗം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഈ ഒരു ജൂൺ മാസത്തിൽ ഈ ഒരു യോഗം ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സരസ്വതി യോഗത്തിൻ്റെ ഫലം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ശുക്രനും വ്യാഴവും ദേവന്മാരാണ്, ഗുരുക്കന്മാരാണ്. ശുക്രൻ അസുര ഗുരുവും വ്യാഴം ദേവഗുരുവുമാണ്. വിദ്യയുടെ കാരകത്വം നൽകിയിരിക്കുന്ന ഗ്രഹമാണ് ബുധൻ. അപ്പോൾ ഇവർ 3 പേരും കൂടി ഒരിടത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ബുധനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബുധൻ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നേരത്തെ പറഞ്ഞതുപോലെ സ്പീച്ച്, നമ്മുടെ ഒരു അനലൈസ് ചെയ്യാനുള്ള ഇതുണ്ടല്ലോ നമുക്ക്, അതായത് ഒരു കാര്യം, ഒരു സംഭവത്തെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാനുള്ള കഴിവ്, അതാണ് അനലൈസിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാകാൻ അതിൻ്റെ എല്ലാം കാരകത്വം കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ എല്ലാം ആളെന്ന് പറയുന്ന ബുധനാണ്. ജാതകത്തിൽ ബുധൻ നല്ല സ്ഥാനത്ത് ബലവാനായിട്ട് ഒക്കെ ഇരിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഇങ്ങനെയൊക്കെ ഉള്ള കഴിവുകൾ ഉണ്ടായിരിക്കും, അനലൈസ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. വ്യാഴം എന്നാൽ നമുക്കറിയാം ഈശ്വരനാണ്. അതിൽ സ്പിരിച്വൽ ആയിട്ടുള്ള എല്ലാത്തിൻ്റെയും ആള് വ്യാഴമാണ്. സർവ്വ ഐശ്വര്യത്തിൻ്റെയും കാരകനാണ് വ്യാഴം എന്ന് പറയുന്നത്. അപ്പോൾ വ്യാഴം ഈ നല്ല ബലവാനായിട്ടൊക്കെ ഇരിക്കുന്ന വ്യക്തികൾക്ക് നല്ല ഗുണങ്ങൾ, അതായത് സൽഗുണങ്ങളെ ലഭിക്കും. സാമ്പത്തികമായിട്ടും അല്ലാതെ അവരുടെ ടീച്ചർ അങ്ങനെയൊക്കെയുള്ള പഠിപ്പിക്കാനുള്ള, പിന്നെ അതുപോലെ തന്നെ ആത്മീയ ആചാര്യന്മാർ അല്ലെങ്കിൽ ആത്മീയമായ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ, ഈശ്വരീയമായ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ, അത് ഏത് മതവിശ്വാസികളാണെങ്കിലും അവരുടെ ആ ഒരു വ്യാഴത്തിൻ്റെ സ്ഥിതി, വ്യാഴം ഗുണവാനാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അവർക്ക് പ്രാവീണ്യം, ഈശ്വര വിശ്വാസം നന്നായിട്ട് 2ാം ഭാവത്തിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആരെയും പറ്റിക്കില്ല, നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവ് ഇതെല്ലാം ഉണ്ടാകും. ഈശ്വരീയമായിട്ട് ജീവിക്കുന്ന, കൈക്കൂലിയൊന്നും വാങ്ങാതെ നന്നായിട്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കും. അതുപോലെ തന്നെ അസുര ഗുരുവാണ് ശുക്രൻ എന്ന് പറയുന്നത്, ശുക്രാചാര്യൻ. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, പ്രണയം, ലൗകിക സുഖങ്ങൾ, അതായത് എല്ലാ കാര്യങ്ങളും തരുന്ന, നമ്മുടെ ആഗ്രഹങ്ങളെയെല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് തരുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത്. അപ്പോൾ വ്യാഴം പണത്തിൻ്റെ ആളാണ്, ശുക്രൻ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്ന ആളാണ്. ബുധൻ എന്ന് പറയുന്നത് ഇതുപോലെ അനലൈസ് ചെയ്യാനുള്ളതും കമ്മ്യൂണിക്കേഷനും സംസാരം, പഠനം, ഇതെൻ്റെ എല്ലാം ആൾ. അപ്പോൾ ഇവർ 3 പേരും കൂടി ഒരു രാശിക്കകത്ത് വരികയാണ്. അതാണ് സരസ്വതി യോഗം. അപ്പോൾ ഇനി ആർക്കൊക്കെയാണ് അതിൻ്റെ ഫലങ്ങൾ പരിപൂർണമായിട്ട് കിട്ടുക എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇടവം രാശിയിലാണ് ഇവർ സമ്മേളിച്ച് 3 പേരും കൂടി ഇരിക്കുന്നത്. അപ്പോൾ ഇടവം രാശിക്കാരായിട്ടുള്ള നക്ഷത്രക്കാർക്ക് കർക്കിടകം, കന്നി, മകരം, മീനം രാശിക്കാർക്കാണ് പൂർണ്ണ ഫലം കിട്ടുക. മറ്റുള്ള രാശിക്കാർക്ക് ഭാഗികമായിട്ടുള്ള ഫലങ്ങളും. പിന്നെ ജാതകത്തിൽ ആരുടെയെങ്കിലും ജാതകത്തിൽ ഇതുപോലെ 3 ഗ്രഹങ്ങളും സരസ്വതി യോഗത്തോടു കൂടി ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം പരിപൂർണമായിട്ടും ആ വ്യക്തിക്ക് കിട്ടുകയും ചെയ്യും.
അശ്വതി ഭരണി കാർത്തികാദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 2ാം ഭാവത്തിൽ ആണ് ഈ ഒരു സരസ്വതി യോഗത്തിൻ്റെ ഫലം ഇരിക്കുന്നത്. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയം, പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുക, വലിയ ക്ലാസ്സിൽ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ പരീക്ഷകൾ നടക്കുന്ന സമയം. അപ്പോൾ അതിൻ്റെ ഫലം പരിപൂർണമായിട്ട് ലഭിക്കുന്ന ഒരു സമയമാണ്. സരസ്വതി യോഗത്തിൻ്റെ ഫലം പരിപൂർണമായിട്ട് കിട്ടുന്ന ഒരു സമയമാണ് മേടം രാശിയിൽ ജനിച്ച കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്. അതുപോലെ ടീച്ചേഴ്സ്, അഡ്വക്കേറ്റ്, അതുപോലെ നമ്മുടെ എന്തെങ്കിലും പഠിക്കുന്ന ആൾക്കാർ, പബ്ലിക് ഇൻട്രാക്ഷനോട് ജോലി ചെയ്യുന്ന ആൾക്കാർ, കച്ചവടക്കാർ, ഒരു ഓഫീസാണെങ്കിലും പബ്ലിക് ഇൻട്രാക്ഷൻ മാനേജിങ് ആയിട്ടുള്ള, അതായത് നേതൃത്വം വഹിച്ചിരിക്കുന്ന ആൾക്കാർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക്, ടീച്ചർ, അഡ്വക്കേറ്റ്, അങ്ങനെയുള്ളവർക്ക്, മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ ധനപരമായിട്ട് ധാരാളം പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അതായത് ഈ ഒരു സരസ്വതി യോഗത്തിൻ്റെ ഫലം അവർക്ക് പരിപൂർണമായിട്ടും ലഭിക്കുകയും അവർ ഫെയിമാവും, അതായത് പ്രസിദ്ധരാവാനുള്ള, ഏതെങ്കിലും ഒരു രീതിയിൽ പ്രസിദ്ധരാവുക, വരയ്ക്കാനൊക്കെ ഉള്ള കഴിവുള്ള ആൾക്കാർ, സിനിമാ സംഗീത രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ, ഇങ്ങനെയൊക്കെ ഉള്ളവർക്കും പ്രസിദ്ധരാവാനും അവരുടെ ഏതെങ്കിലും ഒരു സ്കിൽ, ഒരു വർക്കെങ്കിലും അതാവാനുള്ള, അത് 10 പേരെ അറിയാനും ശ്രദ്ധിക്കാനും, ഒരു എഴുതാനൊക്കെ ഉള്ളവർ, വരയ്ക്കാൻ കഴിയുന്നവർ, ഇങ്ങനെയൊക്കെ ഉള്ളവർ ഏതെങ്കിലും മീഡിയാസിലൊക്കെ അത് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ആ ഒരു സംഭവം വൈറലാവാനൊക്കെ ഉള്ള സാധ്യത ഉള്ള ഒരു കാലഘട്ടം. ഒരു സരസ്വതി യോഗത്തിൻ്റെ ഫലം ഒരു 75% ലഭിക്കുന്ന ഒരു രാശിയാണ് മേടം രാശി. അപ്പോൾ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും കാർത്തിക അവസാന 3/4 ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതിയിൽപ്പെട്ട ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ഇടവം രാശിയിൽ തന്നെയാണ് ഈ ഗ്രഹങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ഇടവം രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ്. എല്ലാ കാര്യങ്ങളിലും അവർക്ക് വിജയമുണ്ടാകും. നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ വിഷയത്തിലും കുറച്ച് ഉയർച്ച വരുന്ന ഒരു സമയം. ജൂൺ 7-ന് ശേഷം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വ്യാഴം മാറ്റമുണ്ട്, പക്ഷെ പരിപൂർണമായിട്ട് അത് അസ്തമയത്തിൽ നിന്ന് ഇപ്പോൾ ഉദയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇടവം രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഇതുപോലുള്ള സംഗീത നാടക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും, ടീച്ചർ, അഡ്വക്കേറ്റ്, അങ്ങനെയുള്ളവർക്കും, പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും സംബന്ധിച്ച് കുറച്ച് കൂടുതൽ അവരെ 10 പേരെ നോട്ട് ചെയ്യുക. അതിൽ നിന്നും വരുമാനം ഉയർച്ച, മേടൻ രാശിക്കാരുടെ കാര്യം പറഞ്ഞതുപോലെ ഉയർച്ച വരുമാനം ഉണ്ടാകണമെന്നല്ല, 10 പേര് നമ്മളെ ശ്രദ്ധിക്കാനുള്ള സാധ്യത, ഒരു നോട്ടീസബിൾ പേഴ്സൺ ആകാനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 12ാം ഭാവത്തിലാണ് ഈ ഗ്രഹങ്ങളുടെ ഒരുമിച്ച് ചേരൽ എന്ന് പറയുന്നത്. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും മിഥുനം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ പുണർന്നം അവസാന കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. കർക്കിടകം രാശിക്കാർക്ക് ഈ പറഞ്ഞ സരസ്വതി യോഗത്തിൻ്റെ ഫലം പൂർണ്ണമായിട്ടും ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൽ നിന്നും വരുമാനമുണ്ട്. ഈ ഒരു ഫീൽഡിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ, മ്യൂസിക്, അതുപോലെ പബ്ലിക് ഇൻട്രാക്ഷനുള്ള ജോലികൾ, ടീച്ചിങ്, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക്, പ്രത്യേകിച്ച് ഓൺലൈനായിട്ടുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ ഒരു വരുമാനത്തിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകുന്ന സമയം, അവരെ കുറച്ച് ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു കാലഘട്ടം, വളരെയധികം ഗുണപ്രദം. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ, അവർക്കൊക്കെ ഒരു മോസ്റ്റ് റിവാർഡബിൾ ടൈം എന്ന് തന്നെ ഈ ഒരു സമയത്തെ വിശേഷിപ്പിക്കാവുന്നതാണ്. പരിപൂർണമായിട്ട് ഈ ഒരു സരസ്വതി യോഗത്തിൻ്റെ ഫലം കിട്ടുന്ന ഒരു രാശിയാണ് കർക്കിടകം രാശി. അടുത്തത് ചിങ്ങം രാശിയാണ്. മകം, പൂരം, ഉത്രമാദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് വളരെയധികം പുഷ്ടി ഉണ്ടാകും. പഠിക്കുന്ന കുഞ്ഞുങ്ങളും, അതുപോലെ തന്നെ മറ്റു തൊഴിലുകൾ ചെയ്യുന്ന ആൾക്കാർ, സ്പിരിച്വലായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവർ, അതുപോലെ പൗരാണികമായിട്ടുള്ള കാര്യങ്ങൾ, ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ വായനക്കാർ, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക്, അല്ലെങ്കിൽ ഈശ്വരീയമായ ജോലികൾ ചെയ്യുന്ന ആൾക്കാർ, പബ്ലിക് ഇൻട്രാക്ഷനോട് ജോലി ചെയ്യുന്നവർ, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ, വിദ്യാഭ്യാസം ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങനെയൊക്കെ ഉള്ളവർക്കും ഏറ്റവും നല്ല ഒരു സമയമാണ് ഈ ഒരു. അതുപോലെ തന്നെ തീർത്ഥാടനം ആദ്യമായി എന്തെങ്കിലും യാത്രകളൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന ചിങ്ങം രാശിക്കാർ, അതായത് സ്പിരിച്വലായിട്ടുള്ള യാത്രകൾ ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും പരിപൂർണമായിട്ടും ഈ സരസ്വതി യോഗത്തിൻ്റെ ഫലം ലഭിക്കുന്ന രാശിയാണ്.
അടുത്തത് കന്നി രാശിക്കാരാണ്. കന്നി രാശിക്കാർക്ക് 100% ഗുണം, അതായത് അവരുടെ 9ാം ഭാവത്തിൽ ആണ് ഈ ഒരു സരസ്വതി യോഗം ഇരിക്കുന്നത്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിരാദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ്. സരസ്വതി യോഗത്തിൻ്റെ ഫലം പരിപൂർണമായിട്ടും ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക, വിഷ്ണുവിനെ നന്നായി പ്രാർത്ഥിക്കുക, ലക്ഷ്മി ദേവിയെ നന്നായി പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടം. തീർച്ചയായിട്ടും ഇതിൻ്റെ ഫലം 100% ലഭിക്കുന്ന ഒരു രാശിയാണ് കന്നിരാശി. എന്തെങ്കിലുമൊക്കെ എഴുതുക, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഡാൻസ്, പാട്ട് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചെയ്തിട്ട് ഒരു മീഡിയയിലൊക്കെ ഇടുകയാണെങ്കിൽ അത് വൈറലാകുന്നതിന് സാധ്യതയുള്ള ഒരു രാശിയാണ് കന്നിരാശി എന്ന് പറയുന്നത്. അടുത്തത് തുലാം രാശിക്കാരാണ്. തുലാം രാശിക്കാർക്ക് അവരുടെ 8ാം ഭാവത്തിലാണ് ഈ ഒരു സംയോഗം ഉണ്ടായിരിക്കുന്നത്. ഈ ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും യുതി ഉണ്ടായിരിക്കുന്നത് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയം അല്ല. ഈ ഒരു സരസ്വതി യോഗത്തിൻ്റെ ഫലം അത്ര ഗുണകരമായിട്ട് ലഭിക്കുക പ്രയാസമുള്ള ഒരു രാശിയാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. വൃശ്ചികം രാശിക്കാർക്ക് അവരുടെ 7ാം ഭാവത്തിലൂടെയാണ് ഈ ഗ്രഹത്തിൻ്റെ യോഗം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ സരസ്വതി യോഗത്തിൻ്റെ ഫലം ഭാഗികമായിട്ട് ലഭിക്കുന്നതാണ്. അവരുടെ പാർട്ട്ണറുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാവുക. ഇതുപോലുള്ള മീഡിയാസിൽ ആക്ടിവിറ്റീസിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ഇവർക്കൊക്കെ ഗുണം കിട്ടുന്ന ഒരു സമയമാണ് ഈ വൃശ്ചികം രാശിക്കാർക്ക്. ഇതുപോലെ ഈ രാശിയിൽ ജനിച്ച ആളിൻ്റെ ജീവിത പങ്കാളിക്കും ഇതുപോലുള്ള ഫലം ലഭിക്കുന്നതാണ്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഗുണകരമായിരിക്കും വൃശ്ചികം രാശിക്കാർക്കും ഇതിൻ്റെ ഫലമെന്ന് പറയുന്നത്. അടുത്തത് ധനുരാശിക്കാരാണ്. ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സരസ്വതി യോഗത്തിൻ്റെ ഫലം, ധനുരാശിയുടെ 6ാം ഭാവത്തിലൂടെയാണ് ഈ ഗ്രഹങ്ങളുടെ യോഗം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഈ ഒരു സമയത്ത് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഫലം ഭാഗികമായിട്ട് ലഭിക്കുന്നതാണ്. പബ്ലിക് ഇൻട്രാക്ഷനോട് ജോലി ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ഈ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ടീച്ചേഴ്സ്, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, പിന്നെ അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ഇവർക്കൊക്കെ അതിൻ്റെ ഫലം ഭാഗികമായിട്ട് ലഭിക്കുന്ന ഒരു രാശിയാണ് ധനുരാശി. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. മകരം രാശിക്കാരുടെ 5ാം ഭാവത്തിലാണ് ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ റിവാർഡബിൾ ആയിട്ടുള്ള ഒരു ടൈമാണ്. ഇപ്പോൾ ഈ ഒരു സരസ്വതി യോഗത്തിൻ്റെ ഫലം 100% ലഭിക്കുന്ന ഒരു സമയമാണ്. കർമ്മരംഗത്ത് വളരെയധികം പുഷ്ടി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രഹങ്ങളുടെ സമ്മേളനം എന്ന് പറയുന്നത് കുറച്ച് ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അതായത് പിന്നെ എഴുത്തുകാർ, അവർ ഇല്ലാത്തതിനെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ക്രിയേറ്റീവ് ചെയ്യുന്ന എഴുത്തുകാർ. അതുപോലെ തന്നെ പിന്നെ സോഫ്റ്റ്വെയർ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ, അവരും ഇല്ലാത്ത ഒരു സാധനത്തിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള സിനിമ, സംഗീതം, ഇങ്ങനെയൊക്കെയുള്ള രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ ഒരു നല്ല ഒരു സമയമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. മകരം രാശിക്കാരെ സംബന്ധിച്ച് ഈ ജൂൺ മാസം എന്ന് പറഞ്ഞാൽ 28-ാം തീയതി വരെയുള്ള സമയം വളരെ നല്ല സമയവും കൂടിയാണ്. ഏഴരാണ്ട ശനിയുടെ 3rd സ്റ്റേജാണ്. ഏഴരാണ്ട ശനി തീരാനിരിക്കുന്ന ഒരു രാശിയാണ്. പക്ഷേ ഈ ഒരു ജൂൺ മാസം ഒരു റിവാർഡബിൾ ആയിട്ടുള്ള ഒരു ടൈമായിരിക്കും മകരം രാശിക്കാർക്ക് കൊടുക്കുന്നത്. അടുത്തത് കുംഭം രാശിക്കാരാണ്. കുംഭം രാശിയുടെ 4ാം ഭാവത്തിലൂടെയാണ് ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരം. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സരസ്വതി യോഗത്തിൻ്റെ ഫലം ഒരു 75% ലഭിക്കുന്ന ഒരു രാശിയാണ് കുംഭം രാശി. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും ഇത്. അതിൻ്റെ ഫലം ലഭിക്കുന്ന ഒരു സമയം. യാത്രകൾ ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ, സ്പിരിച്വൽ രംഗത്ത് പ്രവർത്തിക്കുന്ന, യാത്രകൾ എന്നാൽ കാഴ്ച കാണാൻ പോകുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഏതെങ്കിലും തീർത്ഥയാത്രകൾ, അതായത് സ്പിരിച്വലായിട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ, അവർക്ക് അത് സാധ്യമായി കിട്ടുന്ന ഒരു സമയമാണ്. വളരെ ഗുണകരമായിട്ടുള്ള സമയം. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചും ഇപ്പോൾ വളരെ പ്രയാസകരമായ ഒരു സമയമാണ് കുംഭരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവർക്ക് ഒരു നല്ല മാസമാണ് ജൂൺ മാസം 28 വരെയുള്ള ജൂൺ മാസം മുഴുവൻ എന്ന് പറയാം. അടുത്തത് മീനം രാശിക്കാരാണ്.
പൂരുരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. മീനം രാശിക്കാർക്കും സരസ്വതി യോഗത്തിൻ്റെ ഫലം പരിപൂർണമായിട്ടും ലഭിക്കുന്ന ഒരു സമയമാണ്. സരസ്വതി യോഗത്തിൻ്റെ ഫലം പൂർണ്ണമായും ലഭിക്കുകയും കർമ്മരംഗത്ത് വളരെയധികം ഉയർച്ചയുണ്ടാകും. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും 7 ശനി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ശനി 12ാം ഭാവത്തിൽ ഇരിക്കുകയാണ്. പക്ഷേ ഈ ഒരു മാസം ഒരു ഗ്ലോറിയസ് ടൈമായിരിക്കും. വളരെ ഗുണകരമായിട്ടുള്ള ധാരാളം അനുഭവങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കർമ്മരംഗത്ത് വളരെയധികം പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയമാണ്. നല്ല ഒരു എന്താ പറയുക മോസ്റ്റ് റിവാർഡഡ് ടൈം എന്ന് പറയാം. അത്രയ്ക്ക് ബെസ്റ്റായിട്ടുള്ള ഒരു ടൈമായിരിക്കും മീനം രാശിക്കാർക്കും സരസ്വതി യോഗത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നത്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, എസ്പെഷ്യലി പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇതുപോലെ തന്നെ ഈ ഡാൻസ്, പാട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ, ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന ആൾക്കാർ, നേരത്തെ പറഞ്ഞതുപോലെ എഴുത്തുകാർ, ഇതുപോലെ നമ്മളില്ലാത്ത ഒരു സാധനത്തെ ഉണ്ടായിക്കൊണ്ട കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇത് പ്ലാനൊക്കെ വരയ്ക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, അവർക്കൊക്കെ ഇല്ലാത്ത ഒരു മെറ്റീരിയലിസ്റ്റ് ആയിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത്, കാരണം ഈ ബുധൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് കുറേ നന്നായിട്ട് അനലൈസ് ചെയ്യാനൊക്കെ ഉള്ള കഴിവുള്ള ഒരു ഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയം വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയമായിരിക്കും. ഈ ഒരു മാസം നന്നായിട്ട് ദേവിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും സരസ്വതി യോഗത്തിൻ്റെ ഫലം പരിപൂർണമായിട്ട് എല്ലാ നക്ഷത്രക്കാർക്കും ലഭിക്കും എന്ന് തന്നെ പറയാം. അപ്പോൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വീണ്ടും കാണാം.